മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. ഒരിക്കൽ ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിനെ കാണുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇപ്പോഴേ പ്രാർത്ഥനയിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആ മുറ്റത്ത് അവിടെ ഇരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇപ്പോൾ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് കയറിയിരിക്കുവാന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ആ മുറ്റത്തിരുന്ന് ചെറിയ കുഴികൾ കുഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഭാര്യ ഇറങ്ങി വന്നു, ചേട്ടൻ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും മാറിയിരുന്ന് ചെറിയ കുഴികൾ കുഴിച്ചു. ഇങ്ങനെ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഭാര്യ ഇറങ്ങി വന്നിട്ട് ഈ കൂട്ടുകാരനോട് പറയും, ചേട്ടൻ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു എന്ന്. ഇങ്ങനെ 4-5 മണിക്കൂറോളം ഇങ്ങനെ കടന്നുപോയി. 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ പ്രാർത്ഥിച്ച വ്യക്തി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ തൻ്റെ സുഹൃത്ത് മുറ്റത്തിരിക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ മുറ്റത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കുഴികൾ കാണാൻ ഇടയായി തീർന്നു. അപ്പോഴേ പ്രാർത്ഥിച്ച വ്യക്തി തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നീ എന്താണ് മുറ്റത്തെല്ലാം ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, വെള്ളം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുഴിച്ചു നോക്കിയതാ. അപ്പോൾ ആ പ്രാർത്ഥിച്ച വ്യക്തി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എടാ മണ്ട, നീ ഈ കുഴിയെല്ലാം ഒരു സ്ഥലത്ത് കുഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് വെള്ളം ലഭിച്ചേനെ എന്ന്. അപ്പോൾ ഈ സുഹൃത്ത് പ്രാർത്ഥിച്ച വ്യക്തിയോട് പറഞ്ഞു, നീ അരമണിക്കൂർ ഇടവിട്ട് പലരോടായിട്ട് പ്രാർത്ഥിച്ച് 5-6 മണിക്കൂർ കടന്നുപോയി. എന്നാൽ നിനക്ക് ഒരു പ്രതിഫലവും ഇപ്പോൾ ലഭിച്ചില്ല. നീ ഈ അരമണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം സ്ഥിരമായി ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രമായി ദൈവത്തോട് നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോൾ പ്രതിഫലം ലഭിച്ചേനെ. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പല സ്ഥലത്ത് കുഴികൾ കുഴിച്ചത്. ഈ കുഴി ഒരുമിച്ച് കുഴിച്ചിരുന്നെങ്കിൽ എനിക്ക് വെള്ളം കിട്ടിയേനെ എന്ന് നീ പറഞ്ഞില്ലേ? ഇതുപോലെ നീ പലരോടായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരാളിനോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോൾ പ്രതിഫലം ലഭിച്ചേനെ. പ്രിയപ്പെട്ടവരെ, ഈ കഥയിലെ പ്രാർത്ഥിച്ച വ്യക്തിയെപ്പോലെയാണ് നമ്മളിൽ അനേക വ്യക്തികളുടെ അവസ്ഥ. നമ്മൾ ഇന്ന് ദൈവം അവിടെയുണ്ട്, ദൈവം ഇവിടെയുണ്ട്, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. സ്ഥിരതയില്ലാതെ ഓടി നടന്നിട്ട് ജീവിതകാലം മുഴുവൻ ഓടി നടന്നിട്ടും ഒരു പ്രതിഫലവും കിട്ടാതെ നടക്കുന്ന അനേകരെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പല സ്ഥലത്ത് ഓടി നടക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് സ്ഥിരമായി ഇരുന്നു കൊണ്ട് ഏകാഗ്രമായി പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഈ കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തതുപോലെ നമുക്കും ഏകാഗ്രമായി അവിടെ ദൈവമുണ്ട് ഇവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ഓടി നടക്കുമ്പോൾ നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ വഴിതെറ്റിപ്പോകുകയാണ്. നമ്മളെ അനേകരെ വഴി തെറ്റിക്കുകയാണ്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ചൂഷണം ചെയ്യപ്പെടുന്നത്? നമുക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ്. ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവാനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.